ആശ്വാസകരമായ വിവരം, പരിക്കേറ്റവരിൽ ഭൂരിപക്ഷം പേരുടെയും നില തൃപ്തികരമാണ് എന്നാണ്. കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ തന്നെയാണ് അവരുള്ളത്. പക്ഷേ രണ്ടുപേരെ കോട്ടയ്ക്കൽ മിംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ അല്പം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതും ജീവാപായം ഉണ്ടാകുന്ന തരത്തിലേക്കാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് സ്വദേശിയാണ് മരിച്ചത് എന്നതാണ് MLA ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ പേരും അഡ്രസ്സും അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ഒരു പ്രതികരണം വരുന്നത് 1 കിലോമീറ്റർ ദൂരം സ്ഥിരമായിട്ടൊരു അപകടേരിയാണ്. 3 മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ അപകടം ഇപ്പോൾ ഏകദേശം 10ഓളം അപകടം ഇവിടെ നടന്നു കഴിഞ്ഞു. 10ഓളം അപകടം. ഒരു 2 മാസം മുന്നേ ഒരു ടൂറിസ്റ്റ് ബസ് ആ ടേണിങ്ങിൽ മറിഞ്ഞിട്ട് ഒരു പെൺകുട്ടി മരിച്ചു. ഒരു പെൺകുട്ടിക്ക് അപകടം പരിക്ക് പറ്റി. പിന്നെ അതിനുശേഷം ഒരു കാറ് ആ ടേണിങ്ങിൽ എന്ത് ചെയ്തു, സെൻറ്ററിൽ ഡിവൈഡറിന് മുകളിൽ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും പെരുമാറി. നമ്മളിത് NHന്റെ അധികൃതരുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം വന്നിട്ടില്ല. ഒരു പ്രശ്നം കാണുന്നത് എന്താ പറഞ്ഞാൽ, അബുദാബിപ്പടി കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രി പോയിന്റ് ഉള്ളത് ഇവിടെയാണ്, ഏകദേശം 3.5 കിലോമീറ്ററിന് ശേഷം. അപ്പോൾ അവിടുന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് ഇവിടെ എത്തിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു എൻട്രി പോയിന്റ് കൊടുക്കണം, ഈ 3.5 കിലോമീറ്ററിന് ഇടയിൽ. എന്നാൽ ഒരു പരിഹാരം അവിടെ കാണാൻ പറ്റും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ടേണിങ്ങിൽ ഒരു നിർമ്മാണ രീതിയിൽ കാര്യമായ തകരാറുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇവിടെ മാത്രമാണ് ഇപ്പോൾ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബസ് മറിഞ്ഞിട്ടൊരു കാർ അടിപെട്ടല്ലോ, അത് 1.5 മാസം മുന്നേ നടന്ന അപകടത്തിൽ മാറ്റിയിട്ട വാഹനം. അതിലൊരു അമ്മയും മോനായിരുന്നു. ഒരു എന്താ പറയുക, അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണത് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം നിർബന്ധമാണ്. അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അധികൃതർ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കാര്യമായ പരിഗണന വന്നിട്ടില്ല, ഒരു പരിഹാരം വന്നിട്ടില്ല. ഇപ്പൊ നടന്നത് വലിയൊരു അപകടം. അത് ഒരാൾക്ക് ജീവാനും പറ്റില്ല. ഒന്ന് നല്ല മഴ ഉണ്ടായിരുന്നു, 2 അമിതമായ വേഗത, പിന്നെ ഈ പറഞ്ഞ ഈ ടേണിങ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു എൻട്രി പോയിന്റാണ്. ഈ എൻട്രി പോയിന്റിൽ വേണ്ട പോലെ സിഗ്നലിന്റെ കാര്യമൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇറക്കമാണ്, എൻട്രി പോയിന്റാണ്, വേണ്ട പോലെ സിഗ്നൽ സ്ഥാപിച്ചിട്ടില്ല. ഇതൊക്കെ പരിഹരിച്ച് ഒരു പരിധി വരെ തടയാൻ പറ്റും.